അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ദിക്ർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ ആത്മീയ സദസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ സ്വർഗത്തിൽ വെച്ചുള്ള ഒത്തുചേരലിന് കാരണമാക്കി തീർക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം നീക്കി ജോലികളിലും വരുമാനത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന, എന്നാൽ നമ്മൾ പലപ്പോഴും വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. ജോലിയിലെ ബറക്കത്ത്. നമ്മളൊന്ന് ചുറ്റും നോക്കൂ, എല്ലാവരും ഓട്ടത്തിലാണ്. നേരം വെളുത്താൽ തുടങ്ങുന്ന ഓട്ടം. ഗൾഫിലുള്ളവർ കത്തുന്ന വെയിലത്ത് വിയർപ്പൊഴുക്കുന്നു. നാട്ടിലുള്ളവർ ഓഫീസുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു. എന്തിനാണ് ഈ ഓട്ടം? പണം സമ്പാദിക്കാൻ, കുടുംബം പോറ്റാൻ, ഒരു നല്ല വീട് വയ്ക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മൾ നെഞ്ചിൽ കൈവച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും മാസാവസാനമാകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് ബാക്കിയാകുന്നത്? ശമ്പളം കിട്ടി ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അത് തീർന്നു പോകുന്നു. എങ്ങോട്ട് പോയി എന്ന് പോലും അറിയില്ല. അത്യാവശ്യത്തിനൊന്ന് എടുക്കാൻ നോക്കിയാൽ കയ്യിലൊന്നുമില്ല. കടം വാങ്ങേണ്ട ഗതികേട്. എത്ര സമ്പാദിച്ചിട്ടും മതിയാകാത്ത അവസ്ഥ. മനസ്സിൽ സമാധാനമില്ല, വീട്ടിൽ സന്തോഷമില്ല. ഇവിടെയാണ് ബറക്കത്ത് എന്ന വാക്കിന്റെ പ്രസക്തി. എന്താണ് ബറക്കത്ത്? പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ കിട്ടുക എന്നാണ്. അല്ല സഹോദരങ്ങളെ, അങ്ങനെയല്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക എന്നാണ്. കുറച്ചേ ഉള്ളൂവെങ്കിലും അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയുക, അത് നമുക്ക് ഉപകരിക്കുക, അതിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുക, അതാണ് ബറക്കത്ത്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരുണ്ട്. പക്ഷേ ആ പണം മുഴുവൻ ആശുപത്രികളിൽ മരുന്ന് വാങ്ങാനും കോടതികളിൽ കേസ് നടത്താനും മക്കളുടെ വഴിപിഴച്ച ജീവിതം നേരെയാക്കാനും ഒക്കെയായി ചിലവഴിച്ചു തീർക്കുന്നു. അവർക്ക് അത് അനുഭവിക്കാൻ യോഗമില്ല. ഇതാണ് ബറക്കത്തില്ലാത്ത സമ്പത്ത്. അതേസമയം തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവരുടെ വീട്ടിൽ സമാധാനമുണ്ട്. മക്കൾ സ്വാലിഹീങ്ങളാണ്. രോഗങ്ങളില്ല. ഉള്ള കഞ്ഞി കുടിച്ച് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതാണ് ബറക്കത്ത്. നമ്മുടെ ജോലിയിൽ, നമ്മുടെ വരുമാനത്തിൽ ഈ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? എങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ആ ബറക്കത്ത് തിരിച്ചുപിടിക്കാൻ, നമ്മുടെ ജോലികൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പതിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതൊരു വെറും അറിവല്ല, മറിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള മരുന്നുകളാണ്. ഒന്നാമത്തെ കാര്യം, നീയത്ത് നന്നാക്കുക. ഏത് ജോലിയും ഇബാദത്തായി, ആരാധനയായി മാറ്റാൻ കഴിയുന്ന അത്ഭുതമാണ് നീയത്ത്. രാവിലെ ജോലിക്കിറങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഇന്ന് കുറച്ച് പണം ഉണ്ടാക്കണം എന്ന് മാത്രമാണോ? എങ്കിൽ അത് വെറും ഭൗതികമായ കാര്യമായി. മറിച്ച് നാളെ രാവിലെ ജോലിക്കിറങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് നിയ്യത്ത് ചെയ്തു നോക്കൂ. റബ്ബേ, നീ എനിക്ക് നിശ്ചയിച്ച ജോലിക്ക് ഞാൻ പോവുകയാണ്. എന്റെ കുടുംബത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ, ആരുടെയും മുന്നിൽ കൈ നീട്ടാത്ത അന്തസ്സുള്ള ജീവിതം നയിക്കാൻ, നീ തന്ന ശരീരം കൊണ്ട് ഞാൻ ഹലാലായി അധ്വാനിക്കാൻ പോവുകയാണ്. ഇത് നീ സ്വീകരിക്കണേ റബ്ബേ. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ ആ ജോലിസ്ഥലത്തേക്കുള്ള യാത്രയും അവിടെ എടുക്കുന്ന ഓരോ ഭാരവും ചൊരിയുന്ന ഓരോ തുള്ളി വിയർപ്പും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഇബാദത്തായി മാറും. ആ വരുമാനത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോടൊപ്പം ഇരിക്കുമ്പോൾ അതിശക്തനായ ഒരു യുവാവ് ജോലിക്ക് പോകുന്നത് കണ്ടു. സ്വഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇദ്ദേഹം ഈ ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല. അവൻ തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനോ ഭാര്യ സന്താനങ്ങളെ പോറ്റാനോ അല്ലെങ്കിൽ സ്വന്തം അഭിമാനം കാത്തുസൂക്ഷിക്കാനോ ആണ് അധ്വാനിക്കുന്നതെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി എന്നാക്കി മാറ്റുക. രണ്ടാമത്തെ കാര്യം, പ്രഭാത സമയത്തെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന വലിയൊരു കാരണം നമ്മുടെ ഉറക്കമാണ്. സുബഹി നിസ്കരിക്കാതെ സൂര്യൻ ഉദിച്ച് എത്രയോ സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് ധൃതിയിൽ കുളിച്ചൊരുങ്ങി ജോലിക്കോടുന്ന ശീലം. ഇതിലെവിടെയാണ് ബറക്കത്തുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ. അല്ലാഹുവേ, എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ. ഈ ദുആ സ്വീകരിക്കപ്പെട്ട ദുആയാണ്. പ്രഭാതത്തിൽ സുബഹിക്ക് ശേഷമുള്ള സമയത്ത് റിസ്ക്, ഉപജീവനം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. ആ സമയം ഉറങ്ങിത്തീർക്കുന്നവന് റിസ്കിൽ കുറവുണ്ടാകും. ജോലിയിലുള്ള ബറക്കത്ത് ആഗ്രഹിക്കുന്നവർ സുബഹി നിസ്കരിക്കുക. അതിനുശേഷം ഉറങ്ങാതെ അല്പസമയം ദിക്റുകളും ഖുർആനും പാരായണം ചെയ്ത് നേരത്തെ തന്നെ ജോലികളിലേക്ക് ഇറങ്ങുക. പഴയ കാലത്തെ കച്ചവടക്കാരെ കണ്ടിട്ടില്ലേ? അവർ അതിരാവിലെ കട തുറക്കും. ആ രാവിലെയുള്ള കച്ചവടത്തിന് വലിയ ബറക്കത്താണ്. നമ്മുടെ ജോലികൾ നേരത്തെ തുടങ്ങാൻ ശീലിക്കുക. ആ ദിവസത്തിൽ അള്ളാഹു വലിയ വിശാലത നൽകും. മൂന്നാമത്തെ കാര്യം, വുളൂവോടുകൂടി ജോലി ചെയ്യുക. ഇത് പലർക്കും പുതിയൊരു അറിവായിരിക്കാം. നമ്മൾ നിസ്കരിക്കാൻ മാത്രമല്ല വുളൂ എടുക്കേണ്ടത്. ഒരു മുഅ്മിൻ എപ്പോഴും ശുദ്ധിയുള്ളവനായിരിക്കണം. ഓഫീസിലായാലും കടയിലായാലും വണ്ടി ഓടിക്കുമ്പോഴായാലും വുളൂവോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. വുളൂ മുഅ്മിനിന്റെ ആയുധമാണ്. ശൈത്വാനെ അകറ്റി നിർത്താനുള്ള പരിചയാണ്. ജോലിസ്ഥലത്ത് ശൈത്താൻ വന്നാൽ എന്തുണ്ടാകും? മടിയുണ്ടാകും, ദേഷ്യമുണ്ടാകും, അനാവശ്യ സംസാരങ്ങളുണ്ടാകും, ചതിക്കാനുള്ള തോന്നലുണ്ടാകും. ഇതെല്ലാം ബറക്കത്ത് കെടുത്തും.
എന്നാൽ വുളുവോടുകൂടി ഇരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് മലക്കുകൾ വരും. ആ ജോലിയിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായാൽ പിന്നെ ബറക്കത്തിന് ചോദിക്കണോ? ശീലമാക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. മനസ്സിന് വല്ലാത്തൊരു സമാധാനവും ജോലിയിൽ ഉന്മേഷവും ലഭിക്കും. നാലാമത്തെ കാര്യം, ജോലി തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹ് പറയുക. ഏത് നല്ല കാര്യവും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങണം. നമ്മുടെ ജോലി തുടങ്ങുമ്പോൾ, അത് വണ്ടിയുടെ ചാവി തിരിക്കുമ്പോഴാകട്ടെ, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴാകട്ടെ, കടയുടെ ഷട്ടർ തുറക്കുമ്പോഴാകട്ടെ, മണ്ണ് വെട്ടാൻ തൂമ്പെടുക്കുമ്പോഴാകട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കെ അല്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയുക. ഷെയ്ത്താൻ നമ്മളോട് കൂടെ ജോലിയിൽ പങ്കുചേരും. നമ്മൾ ബിസ്മില്ലാഹ് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ ഷെയ്ത്താൻ പങ്കുപറ്റും. അത് ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുക. അതുപോലെ ഓരോ ചെറിയ കാര്യത്തിനും അള്ളാഹുവിനെ ഓർക്കുക. അഞ്ചാമത്തെ കാര്യം, വിശ്വസ്തതയും സത്യസന്ധതയും അമാനത്ത്. ഇതാണ് ബറക്കത്തിന്റെ ആണിക്കല്ല്. ഇന്ന് പലയിടത്തും ബറക്കത്തില്ലാത്തത് കള്ളത്തരമുള്ളതുകൊണ്ടാണ്. കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, മോശമായ സാധനം നല്ലതാണെന്ന് കള്ളം പറഞ്ഞു വിൽക്കുക, ഓഫീസിൽ ജോലി ചെയ്യേണ്ട സമയത്ത് മൊബൈലിൽ കളിച്ചിരിക്കുക, മുതലാളിയെ പറ്റിക്കുക. ഇതെല്ലാം നമ്മുടെ വരുമാനത്തെ ഹറാമാക്കും. ഹറാമായ പണം, അത് 1 രൂപയാണെങ്കിലും അത് നമ്മുടെ സമ്പാദ്യത്തിൽ കലർന്നാൽ, ഒരു പാത്രത്തിൽ ഒരു തുള്ളി വിഷം വീണാൽ ആ ഭക്ഷണം മുഴുവൻ വിഷമാകുന്നത് പോലെ നമ്മുടെ സമ്പാദ്യം മുഴുവൻ അത് നശിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യസന്ധനായ കച്ചവടക്കാരൻ അന്ത്യനാളിൽ പ്രവാചകന്മാരോടും രക്തസാക്ഷികളോടും സത്യവാൻമാരോടും കൂടെയായിരിക്കും. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, വെറുമൊരു കച്ചവടക്കാരന് പ്രവാചകന്മാരുടെ കൂടെ സ്ഥാനം ലഭിക്കണമെങ്കിൽ അവൻ എത്രമാത്രം സൂക്ഷ്മത കാണിക്കണം. നമ്മൾ ജോലിയിൽ ആരെയും പറ്റിക്കരുത്. മുതലാളി കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധം എപ്പോഴും ഉണ്ടാവണം. ആ ബോധത്തോടെ സമ്പാദിക്കുന്ന പണത്തിൽ അത് കുറവാണെങ്കിലും അള്ളാഹു മലയോളം ബറക്കത്ത് നൽകും. ആറാമത്തെ കാര്യം, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക. ജോലി തിരക്കിനിടയിൽ പലരും മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ഒന്നാണ് നിസ്കാരം. ഇപ്പോൾ നല്ല തിരക്കാണ്, കസ്റ്റമേഴ്സ് ഉള്ള സമയമാണ്, പിന്നെ നിസ്കരിക്കാം എന്ന് കരുതി ലുഹറും അസ്റുമൊക്കെ ഖളാ ആക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ഈ ജോലി തന്ന, നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന റബ്ബിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ജോലി ചെയ്താൽ അതിലെങ്ങനെയാണ് ബറക്കത്തുണ്ടാവുക? റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ വിളിയാളം ബാങ്ക് കേട്ടാൽ കയ്യിലുള്ള പണി അപ്പടി വെച്ച് പള്ളിയിലേക്ക് ഓടണം. എനിക്ക് റിസ്ക് തരുന്ന മുതലാളി വിളിക്കുന്നു എന്ന ചിന്ത വേണം. നിസ്കാരത്തിന് വേണ്ടി ജോലി നിർത്തിവെക്കുന്ന സമയം അത് നഷ്ടമല്ല, മറിച്ച് ബാക്കി സമയത്ത് അള്ളാഹു വലിയ ലാഭം തന്ന് നിങ്ങളെ സഹായിക്കും. നിസ്കാരം മുറതെറ്റാതെ കൊണ്ടു നടക്കുന്നവന്റെ മുഖത്ത് ഒരു പ്രകാശമുണ്ടാകും. അവനെ ആളുകൾക്ക് ഇഷ്ടമാകും. അവന്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും. അതെല്ലാം കച്ചവടത്തിലും ജോലിയിലും വിജയമുണ്ടാക്കും. ഏഴാമത്തെ കാര്യം, ജോലി സ്ഥലത്ത് വെച്ച് ചൊല്ലേണ്ട ദിക്റുകൾ. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവ് വെറുതെ ഇരിക്കുകയല്ലേ? ആ സമയത്ത് അനാവശ്യ വർത്തമാനം പറയാതെ ദിക്റുകൾ ചൊല്ലുക. പ്രത്യേകിച്ച് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവോട് ഞാൻ പാപമോചനം തേടുന്നു എന്നത്. ഇസ്തിഗ്ഫാർ റിസ്ക് വർദ്ധിപ്പിക്കാനുള്ള താക്കോലാണ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് ഖുർആനിലുണ്ട്. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, എന്നാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തരും, സമ്പത്തും മക്കളും നൽകി നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ചെറിയ ദുആയുണ്ട്. ഇത് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവും നല്ല ഹലാലായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എട്ടാമത്തെ കാര്യം, സ്വദഖ, ദാനം നൽകുക. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം, അത് 10 രൂപയാണെങ്കിലും അഗതികൾക്കും പാവപ്പെട്ടവർക്കും കൊടുക്കുക. ധർമ്മം സമ്പത്തിനെ കുറയ്ക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു അതിന് പകരമായി 10 ഇരട്ടിയായി തിരിച്ചു തരും. നമ്മുടെ ശമ്പളം കിട്ടുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കുക. യതീമുകൾക്കോ വിധവകൾക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ കൊടുക്കുക. ആ പണം നമ്മുടെ ബാക്കി സമ്പത്തിന് കാവലാകും. ആപത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ ജോലിയെയും അത് സംരക്ഷിക്കും. ഒമ്പതാമത്തെ കാര്യം, നന്ദി കാണിക്കുക. പലപ്പോഴും നമ്മൾ പരാതിക്കാരാണ്. എനിക്ക് ഇത്രയേ ശമ്പളമുള്ളൂ, എന്റെ ജോലി ഭയങ്കര കഷ്ടപ്പാടാണ്, മുതലാളി മോശമാണ്, ഇങ്ങനെ എപ്പോഴും പരാതി പറയുന്നവർ. അള്ളാഹു പറയുന്നു, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ കഠിനമായിരിക്കും. നമുക്ക് കിട്ടിയ ജോലിയെ ഓർത്ത് അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാ, റബ്ബേ, ഒരു ജോലിയും ഇല്ലാത്ത എത്രയോ പേർ പുറത്തുണ്ട്. നീ എനിക്ക് ഇത് തന്നല്ലോ, ഇതിൽ നീ ബറക്കത്ത് നൽകണേ എന്ന് പറയുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. മനസ്സിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ ചെറിയ കൂരയിലും നമുക്ക് രാജാവിനെ പോലെ ജീവിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോലി എന്നത് വെറും വയറ് നിറയ്ക്കാനുള്ള മാർഗമല്ല, അത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. നമ്മൾ ഹലാലായ രീതിയിൽ അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് കുടുംബത്തെ പോറ്റി അതിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ ആ ജീവിതം തന്നെ ഒരു വലിയ ഇബാദത്താണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിയ്യത്ത് നന്നാക്കുക, പ്രഭാതം ഉപയോഗപ്പെടുത്തുക, വുളു, ദിക്ർ, നിസ്കാരം, സത്യസന്ധത, ദാനം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അപ്പോൾ കാണാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ.
അതുവരെ ഉണ്ടായിരുന്ന ഇടുക്കങ്ങൾ മാറി വലിയൊരു വിശാലത വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. കടങ്ങൾ അത്ഭുതകരമായി വീടിപ്പോകുന്നത് കാണാം. വീട്ടിൽ സമാധാനം കളിയാടുന്നത് കാണാം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജോലികളിൽ വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹലാലായ സമ്പാദ്യം കൊണ്ട് ജീവിക്കാനും ഹലാലായ കാര്യങ്ങൾക്കത് ചിലവഴിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഗൾഫിലും മറ്റും പ്രയാസപ്പെടുന്ന പ്രവാസികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മാന്യമായ ബറക്കത്തുള്ള ജോലി അള്ളാഹു പെട്ടെന്ന് ശരിയാക്കി കൊടുക്കട്ടെ. ഹറാമായ ജോലികളിൽ നിന്ന്, പലിശയിൽ നിന്ന്, ചതിയിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അവർ നമ്മളെ നോക്കുന്നവരാക്കി അള്ളാഹു മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആരെങ്കിലും ഇത് കാരണം ജീവിതം നന്നാക്കിയാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.